കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽപതനാഭി കൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലുമാ സഹൃദ ഗുണാസ്പദ മാത്രം ഗുണകരമായോ എന്ന രീതിയിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് മുന്നിൽ സാധാരണക്കാരായ ആളുകൾ കാണിച്ചു തരുന്ന ഒരു മനോഹരമായ ചടങ്ങും ദിവസവുമാണ് ഇന്ന് എന്ന് വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുകയാണ്. ഇതൊരു പ്രശ്നമല്ല. അങ്ങനെ വരുമ്പോൾ ഒരു തുകയുണ്ടാവും. ആ തുക എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കൈമാറാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും ആ ഒരു നല്ല മനസ്സാ സന്തോഷം ആ വീട്ടുകാർ അതിനൊപ്പം സുരേഷിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ഭംഗിയും സൗന്ദര്യവും കൂടിക്കൂടി വരികയാണ്. നമ്മുടെ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് മാതൃകയാണ്, പ്രചോദനമാണ്. ആ വിദ്യാലയത്തിന് സ്വാഭാവികമായും തൻ്റെ അമ്മയുടെ ഓർമ്മദിനത്തിൽ ഇതുപോലെ ഒരു ഉപഹാരം നൽകുവാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ കുടുംബം ഒന്നാകെ നിന്നുകൊണ്ട് അത് സുരേഷ് ബാബു അടക്കം കണ്ണുകേട്ടനും സുരേഷ് ബാബുവിന്റെ ചേട്ടനൊക്കെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് തങ്ങളുടെ അമ്മയുടെ ഓർമ്മ ദിനത്തിന് ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഒരു ഉപഹാരം കൊടുക്കാൻ തീരുമാനിക്കുന്ന ആ വലിയൊരു മഹത്തായ ഒരു മനസ്സുണ്ട് അതിന്റെ പിന്നിൽ. ഒരുപക്ഷെ പ്രദേശത്തില്ല എന്ന് തന്നെ പറയാം. കാരണം കുറെ കാലങ്ങൾക്ക് മുൻപാണ് ഒരു പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കാരശ്ശേരി സ്കൂളിന്റെ പഴയകാല പ്രൗഢിയും കാലങ്ങൾക്ക് ഇപ്പോഴും ഒരു 6 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 9 വർഷത്തിന് ശേഷമൊക്കെ നമ്മുടെ സ്കൂളുകളുടെ പടിപടിയായ വളർച്ചയും വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയും ഈ സ്കൂൾ ഉണ്ടാക്കുന്ന ഒരു ജൈവാന്തരീക്ഷം യൂണിഫോമിന്റെ ചെലവിൽ നിന്ന് ഇന്ന് 50-ലേറെ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുമ്പോൾ എത്ര തുകയാണ് ചെലവാകുന്നത് എന്നുള്ളത് കൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് തുടർച്ചയായി 5 വർഷമുണ്ട്. കഴിഞ്ഞ വർഷം ഈ പരിപാടി സുരേഷ് ബാബുവും കുടുംബവും അമ്മയുടെ ഓർമ്മ ദിനത്തിലേക്ക് മാറ്റി അമ്മയുടെ ഓർമ്മ കൂടി ഇടപഴകുന്ന രീതിയിലേക്ക് ഈ ചടങ്ങിനെ മാറ്റണമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം മുതലാണത് അമ്മയുടെ ഓർമ്മ ദിനമായ ഈ സമയത്ത് തുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായും സാഹചര്യത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിനകത്തേക്ക് പൊതുവിദ്യാലയങ്ങളെ വളർത്താനും വികസിപ്പിക്കാനും നിലനിൽക്കുന്ന നമ്മുടെ ഭരണ സംവിധാനം വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സുരേഷ് ബാബു, പ്രിയപ്പെട്ട സുരേഷ് ബാബുവിന്റെ അമ്മയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ സാധിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഈ കാണുമ്പോഴാണ് നമുക്ക് ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു, ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ വേദിയിലിരിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാക്കിലിരിക്കാനാണ്. പക്ഷെ മാഷ് സമ്മതിക്കുന്നതാണല്ലോ. കാരണം അവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കുറവുകൾ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുള്ളൂ, ചെയ്യാനും കഴിയുള്ളൂ. എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാവരും യൂണിഫോം എപ്പോ കിട്ടുന്ന ചോദിച്ചിട്ടിരിക്കണേ. ഇഷ്ടമായോ നിങ്ങൾക്ക് യൂണിഫോം? നമ്മള് ഇവിടെ നമ്മുടെ സുരേഷ് ചേട്ടൻ എന്റെ വീട്ടുകാര് നമുക്ക് യൂണിഫോം തന്നിരിക്കുകയാണ് അല്ലേ?
ഈ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. പിന്നെ അവര് തന്നിരിക്കുന്നത് സ്വന്തം അമ്മയുടെ ഓർമ്മദിനത്തിലാണ്. ഇന്ന് അമ്മമാരെയും അച്ഛന്മാരെയും വൃദ്ധരായരെയും വൃദ്ധസദനത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം അമ്മയുടെ ഓർമ്മയ്ക്കായി ഇങ്ങനെയൊരു വലിയ കാര്യം ചെയ്ത ആ കുടുംബത്തിന്റെ ആ നല്ല മനസ്സിനെ ഞാൻ നന്ദി പറയുന്നു.